തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് ഇന്നലെ 6-ാം ദിവസമായിരുന്നു. അപ്പം അന്ന് തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മുഖ്യമന്ത്രിയെ അറിയാൻ സാധിക്കുമെന്നാണ്. പക്ഷെ ഇന്നിതാ 7ാമത്തെ ദിവസമായി, ഇതുവരെ മുഖ്യമന്ത്രി ആരെന്ന് പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇന്നൊരു ആഘോഷം നടക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട വിജയ് മുഖ്യമന്ത്രി മുതൽവനായി തിരഞ്ഞെടുത്തേക്കാണ്. അത് നമ്മൾ കേരളത്തിലിരുന്ന് കാണുന്നത്, ടി വിയിൽ കാണുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ് വരുന്നത്. അതായത് എൻ്റെ നാടിൻ്റെ മുഖ്യമന്ത്രി എന്നറിയും, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടയിലും പരസ്പരം പോരുമായി അണികൾ പുറത്തിറങ്ങിയത്, ഫ്ലക്സ് യുദ്ധവും പോരാതെ പല അഭ്യാസ പ്രകടനങ്ങളുമായി കേരളത്തിൽ പുറത്തിറങ്ങിയത്, അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഉള്ളവർക്ക് വളരെ ഒരു അപഹാസ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് അവർ ആവശ്യത്തിന് ട്രോൾ മെറ്റീരിയലാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പിന്നിലുള്ള ആ ഒരു ഫ്ലക്സ് യുദ്ധവും അവകാശവാദവും അല്ലെങ്കിൽ ആ ഒരു തർക്കങ്ങളും. അപ്പോൾ നമുക്ക് ഒരു തികച്ചും അപമാനകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി ഇന്നോ നാളെയോ അറിയാം എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതുപോലെ മുരളീധരനും പറയുന്നത്. എങ്കിലും ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. എന്നറിയാം മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള പോരാട്ടം എന്ന് നിൽക്കും. ഇതിപ്പോ വോട്ട് ചെയ്ത ജനങ്ങളും പിന്നെ കോൺഗ്രസ് അണികളുമാണ് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് വേണം പറയാൻ. അത്രയ്ക്ക് ട്രോളുകളും പരിഹാസവാക്യങ്ങളുമാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് മുഖ്യമന്ത്രി ചർച്ചകൾക്കുള്ളിൽ ആ ഒരു പാർട്ടി ഒരു പ്രഷർ അനുഭവിക്കുമ്പോൾ മറുവശത്ത് മറ്റൊരു പാർട്ടി, അതായത് CPM പോലുള്ള ഒരു പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള നേതാവിനെ കണ്ടെത്താനുള്ള ഒരു തത്രപ്പാടിലാണ്. അവരതിലുള്ള ഒരു പ്രഷറിലാണ്. ഇപ്പോൾ ഇതുവരെയായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി കണ്ടുപിടിക്കാനോ അവർക്ക് തയ്യാറായിട്ടില്ല, അവർക്ക് സാധിച്ചിട്ടില്ല. ഇത് രണ്ട് മുന്നണി പാർട്ടികൾ തമ്മിലുള്ള ഒരു അവർക്കിടയിലുള്ള പുകയുന്ന ഒരു ആശങ്കക്കുഴപ്പം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ആ ഒരു അണികളുടെ വിവിധതരം കസർത്തുകൾ വെറും കോമാളിത്തരങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരാളുടെ ഫ്ലെക്സ് മറ്റൊരു പക്ഷം വലിച്ചു കീറുന്നു, അതുപോലെ തന്നെ ഇപ്പുറത്തേതും. കൂടാതെ കരിയോലൊഴിക്കുന്നു, പെയിൻ്റ് അടിച്ച് വികൃതമാക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ട കാഴ്ചയാണ് ഫ്ലെക്സിൽ നോക്കി തെറി പറയുന്ന ഒരു, അതെ, കാറി തുപ്പുന്നതും തെറി പറയുന്നതുമായിട്ടുള്ള പ്രവണത. ശരിക്കും നമ്മുടെ ഈ പൊളിറ്റിക്സിനോട്, കേരള രാഷ്ട്രീയത്തിനോട് നമ്മളെല്ലാവരും ഇത്ര ഒബ്സസ്ഡ് ആയി പോയതിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായി കാണുന്നത്. ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി VD സതീഷിന് വേണ്ടി നിലത്ത് ശയന പ്രദർശനം ചെയ്യുന്നു. അങ്ങ് കോട്ടയത്ത് കടുത്തുരുത്തിയിൽ നോക്കുമ്പോൾ ഒരു ഓട്ടോയുടെ മുകളിൽ കയറി നിന്ന് ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ നോക്കുന്നു. എന്തെങ്കിലും ഒരു ചെറിയൊരു പിശക് പറ്റിയെന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടും. എന്തുകൊണ്ടാണ് ഇവർ ഇത്ര ഒബ്സസ് ആവുന്നത്? സ്വന്തം കുടുംബം അല്ലെങ്കിൽ സ്വന്തം ജീവിതം, അത് കഴിഞ്ഞിട്ട് പോലെ പാർട്ടി പ്രവർത്തനം കാര്യങ്ങളും അല്ല, അങ്ങനെയല്ല വേണ്ടത്. അല്ലാതെ എൻ്റെ കുടുംബത്തിന് പട്ടിണി കിട്ടും, ഈ പാർട്ടിയെ വളർത്തും എന്നുള്ള ഒരു പ്രവണത, അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മലയാളികളാണ്. അതിൽ പിന്നെ ഒരു പരിധി വരെ തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു പൊളിറ്റിക്സിനോട് വളരെ ഒബ്സസ്ഡ് ആയി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും വന്നിരിക്കുകയാണ് അങ്ങനെ. അതെ, തമിഴ്നാട്ടിൽ കാണുന്നതിൻ്റെ അതേ ഒരു പ്രവണതയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂവിൽ തെരുവിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെല്ലാം ഒരു പൊളിറ്റിക്സിൻ്റെ എത്തിക്സിന് ചേർന്നതല്ല. അതിന് ഉത്തരം പറയേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടത് ഈ നേതൃത്വത്തിലിരിക്കുന്ന ഓരോ നേതാക്കന്മാരുമാണ്. ആ നേതാക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കാട്ടിക്കൂട്ടലുകൾ, കോപ്രായങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഓട്ടോയുടെ മുകളിൽ കയറി എന്ന് ശരീരത്തിലേക്ക് തീ കൊളുത്താൻ ശ്രമിച്ചത്, ഒരുപക്ഷെ അയാൾ ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഇതുപോലെ ഒബ്സസ്ഡ് ആയിട്ടുണ്ടാവും. അതായത് അയാളുടെ ഒരു കുടുംബത്തിനെ അയാൾ ആ ഒരു തീപ്പെട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ ആ ഒരു കുടുംബത്തിന് ആരുണ്ടായേനെ? ചിലര് പറയുന്നത് ഇത് വെറും PR വർക്കുകൾ മാത്രമാണെന്നും, അത് VD സതീശന് നേരെയാണ് കൂടുതലും ആ ഒരു പ്രയോഗം വരുന്നത്. PR വർക്കാണ്, ഈ ഫ്ലെക്സ് വയ്ക്കുന്നതെല്ലാം VD സതീശന്റെ അറിവോടെയാണെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അത് ഒരു പരിധിവരെ മാധ്യമ അജണ്ടകളുണ്ട്. കൂടാതെ PR വർക്ക് ഒരു വ്യക്തിയിൽ മാത്രം നിൽക്കുന്നതല്ലോ. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഫ്ലെക്സ് ഉയർന്ന സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരുപാട് ഫ്ലെക്സുകൾ, അത് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നുള്ള നികുതി പണം കൊണ്ട് അവർ തന്നെ അവരുടെ പാർട്ടിക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളാണ്. ഇവിടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇതുപോലെ പൊളിറ്റീഷ്യൻസ് കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്.
സാധാരണക്കാരൻ്റെ കണ്ണീര് അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിലെ കണ്ണീര് അത് മായ്ക്കാൻ ഒരു നേതാവും മുതിർന്നിട്ടില്ല. ഇപ്പോൾ പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ കാണുന്നുണ്ട്. വർഷാവർഷം തോറും അവർക്ക് വേണ്ടി രക്തസാക്ഷി എന്നും അല്ലെങ്കിൽ ബലിദാനി, വീർ ഷഹീദ് എന്നെല്ലാം പറഞ്ഞ് നടക്കുമെങ്കിലും ആ വർഷാവർഷം ഒരു ദിവസം ആഘോഷമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ആചരണം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 364 ദിവസം അവൻ്റെ കുടുംബത്തിൽ എന്തെങ്ങനെ ആരെങ്ങനെ കഴിയുന്നു എന്ന് ഒരാളും അന്വേഷിക്കാൻ പോകാറില്ല. അവർക്കതിൻ്റെ കാര്യമില്ല. അവർ ആ ഒരു തീ കെട്ടടങ്ങിയതിന് ശേഷം അവരുടെ വഴിക്കും, അല്ലെങ്കിൽ ഈ ഒരു കുടുംബം ഈ ഒരു വഴിക്കും. ദുരിതം അനുഭവിക്കുന്നത് ഈ ഒരു ഫാമിലി ആയിരിക്കും. നമ്മുടെ മുന്നിലുണ്ട് അഭിമന്യു, അതുപോലെ പാലക്കാട് വെട്ടേറ്റ് മരിച്ച ഒരു SDPI പ്രവർത്തകനും ഒരു RSS പ്രവർത്തകനും. ഇവരുടെ രാഷ്ട്രീയം മറന്നു വെക്കും, ഇവരുടെ രാഷ്ട്രീയം മാറ്റിവെക്കും. ഇവരുടെ കുടുംബം, ഇവരുടെ മക്കൾ, ഏതവസ്ഥയിലായിരിക്കുമെന്ന് ഇവരുടെ ഒരു നേതാക്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഓരോ പ്രസ്താവനകളിലും ഈ ആവേശം ഉൾക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നും മരിക്കുമ്പോൾ അവരാലോചിക്കണം, ആ ഒരു പ്രസ്ഥാനത്തിന് ഒരു മൈലേജ് ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിനും. എനിക്കും രാഷ്ട്രീയമുണ്ട്, തനിക്കും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തെരുവിലേക്ക് ഇറങ്ങിയാൽ അത് ഏറ്റവും വലിയ കലാപമായി മാറും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരുന്നത്. പൊതുജനങ്ങളുടെ എന്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ പൊതുജനങ്ങൾക്ക് തന്നെ കോൺഗ്രസിന് വോട്ട് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സാഹചര്യമാണ് ഇപ്പൊ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, വോട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. അതായത് ഇവർക്ക് എന്ത് വിശ്വസിച്ചാണ് നമ്മൾ അധികാരം ഏൽപ്പിച്ചത്? നമ്മൾ മറ്റൊരു വിഷയം വരുമ്പോൾ ഇവർ എങ്ങനെയൊക്കെ തമ്മിൽ തല്ലും എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പുകളൊക്കെ അങ്ങാടിപ്പാട്ടാണ്. ഈ അങ്ങാടിപ്പാട്ടും കൊണ്ട് ആ ഒരു സർക്കാർ അധികാരത്തിലേറി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പാളിച്ച വന്നാൽ ഈ മന്ത്രിസഭ തന്നെ മൂക്ക് കുത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി അല്ലെങ്കിൽ UDF എന്ന പാർട്ടിയുടെ ഒരു അധപ്പതനത്തിന് തുടക്കം കുറിക്കും. ഇങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞ് അടുത്ത ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇവർക്ക് വോട്ട് കൊടുക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതെ, അത് മാത്രമല്ല, ഇപ്പോൾ ഈ CPM അല്ലെങ്കിൽ LDF എന്നുള്ള ഒരു വിഭാഗം ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതായിരിക്കും. കോൺഗ്രസിലെ അസ്വാരസ്യവും അല്ലെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പവും കാര്യങ്ങളും നിങ്ങൾ തന്നെ കണ്ടതല്ലേ? മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുമ്പുള്ള അംഗവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ എന്തിന് ഇവരെ അധികാരത്തിലേറ്റാൻ ശ്രമിക്കുന്നു? പകരം ഞങ്ങളില്ലേ ഇവിടെ? ഞങ്ങളൊരു കേഡർ പാർട്ടിയല്ലേ? ഞങ്ങൾ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നയിക്കില്ലേ എന്നുള്ള രീതിയിലുള്ള പ്രചാരണം നടത്തും. പലവിധ ഇലക്ഷന് മുമ്പ് പലവിധ പ്രചരണങ്ങൾ കാര്യങ്ങളും എല്ലാം ഇവർ കോൺഗ്രസിനെതിരെ നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത 5 വർഷത്തിന് ശേഷം അടുത്ത ഒരു സർക്കാരിന് വേണ്ടി ഒരു ഇലക്ഷൻ സമയത്ത് പ്രധാന ഒരു പ്രചരണ ആയുധമാക്കുന്നത് ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രി ചർച്ചയ്ക്കും ഇടയിലുണ്ടായ തർക്കങ്ങളും അണികൾ തമ്മിലുള്ള ഫ്ലെക്സ് യുദ്ധങ്ങളുമായിരിക്കും. ഇന്ന് രാവിലെ കണ്ടൊരു വാർത്തയാണ്, ഒരു പരിഹാസ രൂപയുടെ കോൺഗ്രസിന് നേരെ ഉയർത്തിയത്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകാൻ ആളില്ലെങ്കിൽ താൻ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ മുഖ്യമന്ത്രി ആര്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രോള് ഒരുപാട് കാണാം. അതായത് ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ച് എന്തെങ്കിലും ഒരു സമവായം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്രയേറെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകില്ലായിരുന്നു ഈ ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഉത്തരത്തിന്. അതായത് എല്ലാവർക്കും തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയേറെ പരിഹാസം ആ ഒരു പാർട്ടി കേൾക്കേണ്ടി വരില്ല. ഇനിയെങ്കിലും ആ ഒരു ഗ്രൂപ്പ് വഴക്കം പറഞ്ഞ് എല്ലാം ഒറ്റക്കെട്ടായി പോയില്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിനയാവുന്നത് ഈ കോൺഗ്രസിനും ഇതുപോലെയുള്ള ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർക്കായിരിക്കും. അത് അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയാവാനും സാധ്യതയുണ്ട്.